സെക്കൻഡ് പാർട്ടിലോട്ട് നമ്മൾ കടന്നു. കുറച്ചധികം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവശതയായി. അങ്ങനെ നമ്മൾ കുറച്ചൊരു വണ്ടി നിർത്തി കുറച്ചേരം ഒന്ന് എണീറ്റൊക്കെ നിന്നു, ഒന്ന് ഫ്രഷായി. അതിന് നേരെ പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഈ ഒരു പൈൻ ഫോറസ്റ്റിൽ എത്തിപ്പെടാൻ നമുക്ക് സിമ്പിളാണ്, കാരണം ഇറക്കമാണ്, ആ ഒരു സ്ലോപ്പാണ് വരുന്നത്. നമുക്ക് സുഖമായിട്ട് അങ്ങോട്ട് പോകാം നടക്കാൻ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കയറി വരുമ്പോഴത്തേനും നല്ല രീതിക്കുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് നല്ല രീതിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. നല്ല കുത്തനുള്ളൊരു കയറ്റമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ പൈൻ ഫോറസ്റ്റിനോട് പോയി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റിസോർട്ട് നോക്കാനായിട്ടാണ് പോയത്. നമുക്ക് ഫൈനലൈസ് ചെയ്തത് നമ്മൾ ഈ ഒരു റിസോർട്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ഫ്രെയിം മോഡിലൊരു ചെറിയൊരു ഹട്ട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ ഒരു അതിൻ്റെ വ്യൂ വരുന്നത്. എൻ്റെ വേറെ വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. കൊക്കോപ്പില്ലി ഹിൽസ് എന്നായിരുന്നു ഈ റിസോർട്ടിൻ്റെ പേര്. നല്ല റിസോർട്ടായിരുന്നു, അടിപൊളിയാണ്. പൂളൊക്കെ ഉണ്ട് കേട്ടോ. റിസോർട്ടിൽ ചെന്നപാടെ പൂള് കണ്ടു, നേരെ പൂളിലേക്ക് എടുത്ത് ചാടി കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ നേരെ റൂമിൽ ചെന്നിട്ട് പൂളിലേക്കാണ് പോയത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ആ പൂളിൻ്റെ അവിടെ നിന്ന് നോക്കുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ മലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു റിസോർട്ട് തന്നെയാണ് കേട്ടോ ഇത്. ആർക്കെങ്കിലും ഇതിൻ്റെ കോൺടാക്ട് നമ്പറോ കാര്യങ്ങളോ വേണമെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസൊക്കെ അയച്ചിടാം. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും പോയി വിസിറ്റ് ചെയ്യാം. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ തേർഡ് പാർട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.